പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ചൈതന്യ ചന്ദ്രന്റെ ചിത്രപ്രദർശനം 2 ദിവസങ്ങളിലായി സ്കൂൾ ഹാളിൽ നടന്നു. വിവിധ രംഗങ്ങളിലുള്ളവർ ചൈതന്യയ്ക്ക് പ്രോത്സാഹനവുമായി പ്രദർശന ഹാളിൽ എത്തി. ചൈതന്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വാക്കുകളില്ല എന്ന് പറയാം. ഞാൻ എന്തെങ്കിലും ഒരു ചെറിയൊരു നിർദ്ദേശം കൊടുത്താൽ മാത്രം മതി, വളരെ നന്നായിട്ട് അത് പെർഫോം ചെയ്ത് കാണിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. സത്യത്തിൽ വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് വീട് വരെ വന്ന് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ അങ്ങോട്ട് വന്ന് പഠിപ്പിക്കാം, ചൈതന്യയുടെ കഴിവ് കൊണ്ട് കണ്ടിട്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ട് വന്ന് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആഴ്ചയിലൊരിക്കൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് ആ മോളെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ ചിത്ര പ്രദർശനത്തിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ പറവൂരിന്റെ അഭിമാനമായി മാറാൻ സാധ്യതയുള്ള ചൈതന്യയാണ് എൻ്റെ കൂടെ ഒപ്പമുള്ളത്. ചൈതന്യ വരയ്ക്കുന്ന ചിത്രങ്ങളിൽ കൂടുതൽ പോർട്രേറ്റ് ക്യാരക്ടറാണ് കൂടുതലുള്ളത്. കുറെ കഴിയുന്ന സമയത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് നമുക്ക് കഴിയും. കാരണം നമ്മൾ കുറച്ചുകൂടി ഈ ചിത്രകലയെ കുറിച്ച് പഠിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സാധ്യതകൾ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ് ചൈതന്യ പഠിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള ഇതൊരു നല്ല ക്രാഫ്റ്റ് ഉണ്ട് നമ്മളെ. അതാണ് ചിത്രങ്ങളുടെ ബേസിസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മളിലുള്ള ഒരു സർഗവാസനയാണ് ശരിക്കും. അതിനെ നന്നായിട്ട് വികസിപ്പിക്കുകയും അതേപോലെ തന്നെ ഞാനൊരു ചിത്രകാരിയായി മാറിക്കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു ഫീൽ നമ്മൾ കൊണ്ടുനടക്കുകയും ചെയ്താൽ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ഈ വോയിസ് സ്കൂൾ അത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രതിഭകളെ കണ്ടെത്തുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി വളരെ ഉജ്ജ്വലമായ ഒരു കൂട്ടായ്മ നിർവഹിക്കുന്ന പ്രദേശമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ പരീക്ഷയ്ക്ക് മുമ്പ് എനിക്ക് തോന്നുന്നത് നമ്മളൊരു പ്രാവശ്യം കൂടി ഈ ചിത്ര പ്രദർശനം നടത്തും. അന്ന് നമ്മളൊരു നല്ല അടിപൊളി ബോഷൊക്കെ ഉണ്ടാക്കി നല്ല ഒരു പ്രദർശനം നടത്തും. കുറേ കൂടി ചിത്രങ്ങൾ വരയ്ക്കും. എനിക്കൊന്ന് ഒരു ഡിസംബറിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ. അപ്പൊ അതും കൂടെ ഒരു അഭിമാന നിമിഷമാണ് എനിക്ക്. ഇവിടെ വന്നിട്ട് ഈ ചെറിയ കലാകാരിയുടെ ഇത്രയും ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സോ ഇന്നിവിടെ വന്ന് ഈ കുട്ടിയെ ഞങ്ങളാലാവുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭാവിയിലും നമ്മുടെ പ്രോജക്ട്സിൽ ഇവരെ ഉൾപ്പെടുത്താമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഞങ്ങളെല്ലാവരും കൊച്ചിൻ മുസിരീസ് സിറ്റിയുടെ മെമ്പേഴ്സാണ്. ഈ റോട്ടറി ക്ലബിന്റെ ഉദ്ദേശം തന്നെ കലയെയും സംസ്കാരത്തെയും ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കൊച്ചുകുട്ടിയുടെ ഇവിടുത്തെ ഈ നടക്കുന്ന എക്സിബിഷനിൽ മുസിരീസ് റോട്ടറിയുടെ കൊച്ചിൻ മുസിരീസ് സിറ്റി റോട്ടറിന്റെ ഒരു പ്രാതിനിധ്യം ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ ആ കുട്ടിയെ പരമാവധി എല്ലാ രീതിയിലും സഹായിക്കണമെന്നും ഉറച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ചിത്രങ്ങൾ ഞങ്ങൾ വാങ്ങിയത്. ഇന്നർവീൽ കൊച്ചിൻ മുസ്ലിം സിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. ഞാൻ അതിൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങളിവിടെ വന്നത് തന്നെ കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. ഈ ഒരു കൊച്ചു കലാകാരി ഇത്രയും ഭംഗിയായി ചെയ്തിരിക്കുന്ന ഒരു കൃത്യം, ഞങ്ങളാൽ കഴിയുന്ന ഒരു സഹായം അവർക്ക് ചെയ്തു കിട്ടണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. സ്വന്തമായിട്ട് അധ്വാനിച്ച് ആരുടെയും കയ്യിൽ നിന്ന് വെറുതെ ഒന്നും വാങ്ങിക്കാതെ അവനവന്റെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു കുട്ടി, 14 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കൊച്ചുകുട്ടി ഒരുപാട് സഹനത്തോടു കൂടിയാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും നമുക്ക് നല്ലൊരു ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ചൈതന്യ നല്ല ഒരു നിലയിലെത്തും. മാത്രം നല്ല കലാകാരിയാണ്. ചെറുപ്പം മുതലേ ഈ വാസന ഉണ്ടായിരുന്നു. അദ്ദേഹം രവി സാർ എന്ന് പറയുന്ന സാറിൻ്റെ ശിക്ഷണത്തിൽ ഒരു പരിശീലനം നടത്തുന്നുണ്ട്. നല്ല രീതിയിൽ ചിത്രം വരയ്ക്കുന്നതെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തരം ഒരു പ്രദർശനം വയ്ക്കാൻ തീരുമാനിച്ചത്. അത് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും PTA-യും SMC എല്ലാം ചേർന്നുകൊണ്ടാണ് ഈ പ്രദർശനം വിൽപ്പനയും നമ്മൾ സംഘടിപ്പിച്ചത്. വലിയ വിധത്തിലുള്ള ജനങ്ങളുടെ ഒരു പ്രോത്സാഹനം ഉണ്ടായിരുന്നു. ഡോക്ടർ സാജു ദുരിത്തിൽ ഉദ്ഘാടനം ചെയ്യുക മാത്രമല്ല, ഒരു 2-2.5 മണിക്കൂർ ഇതോടൊപ്പം ചെലവഴിക്കുകയും നല്ല വിധത്തിലുള്ള പ്രോത്സാഹനം നൽകുകയും അദ്ദേഹം ഇനിയും കുട്ടിയെ പഠിക്കാനുള്ള എല്ലാ പ്രോത്സാഹനവും നൽകാമെന്ന് വാക്ക് തന്നിട്ടാണ് പോയത്. എന്തായാലും ആളുകൾ വളരെയധികം സഹകരിച്ചു. എല്ലാവർക്കും സംഘടനയുടെ പേരിലും നന്ദി പറയുകയാണ്.